അപ്പം ഇന്ന് നമ്മുടെ മുറ്റിയ 2-3 ചീരകൾ ഇരിപ്പുണ്ട്. അത് പറിക്കാം. കൂട്ടത്തിൽ കുറച്ച് കാന്താരിമുളക് പറിക്കണം, വീട്ടിലത്തേക്ക് വേണ്ടിയത് മാത്രം. പിന്നെ എന്താ മുറ്റിയ പയറുണ്ടോ എന്ന് നോക്കണം. പയർ കാണാൻ സാധ്യതയില്ല. പാവയ്ക്ക 1-2 ആയി നിൽപ്പുണ്ട്, അതും എടുക്കണം. ഒന്നായില്ലേ എങ്കിലും ഈ അടിയിൽ നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു തൈകളുണ്ട്, അതും കയറി വരുള്ളൂ. പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പയറും അങ്ങനെ മുറ്റിയത് എന്തെങ്കിലും പയറോ പാവലുണ്ടെന്ന് തോന്നുന്നു, അതൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ മുറിക്കാം നമുക്ക് ചീര. ഇത് നല്ല വ്ളാത്തങ്കര ചീരയുടെ വിത്തായിരുന്നു നമുക്ക് കിട്ടിയതേ. കണ്ടോ, ഇതിൻ്റെ ഇടയിലും തേൻ്റെ വെണ്ടേരെ തൈ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്നുവെച്ചാൽ സൂര്യപ്രകാശത്തിനനുസരിച്ച് അത് കയറി വരും. നമ്മൾ ഈ മുറ്റിയത് എടുത്തുകൊണ്ടിരുന്നാലും അടിയിലുള്ളത് കയറി വരുള്ളൂ. ഇനി അവിടെ ഉള്ളത് ഇവിടെ എടുക്കാതെ. ഇത് നമ്മുടെ ഉള്ളികളാണ്. ഉള്ളികൾ പാകമാകുന്നേ ഉള്ളൂ. ഇതിൻ്റെ ചതുരപ്പയർ കുറച്ച് അവിടുത്തെ മുറ്റിയതുണ്ടോന്ന് ഉണ്ട്. ചതുരപ്പയറുണ്ട് കേട്ടോ മുറ്റിയത്. അയ്യോ, ഇതിൻ്റെ ഇടയിൽ നിന്ന് മുറ്റിയതാണോ എന്നൊക്കെ നോക്കി പറിക്കുന്നത് ഒരു കാരണം ഇതേ താഴോട്ടാണ് കിടക്കുന്നത്. ചിലതൊക്കെ തൈയായിട്ടേ ഉള്ളൂ. ഈ തൈല കുറച്ച് കായായിട്ടേ ഉള്ളൂ. കൊണ്ട് ഞാൻ കണ്ടതല്ല ഈ 2 മുറ്റിയത് എന്തായാലും ഉറപ്പായിരുന്നു. ചതുരപ്പയർ ഭയങ്കര ടേസ്റ്റുള്ള സാധനം കേട്ടോ. ഇറച്ചിപ്പയറൊന്നും പറയും ചിലർ. ഇതുകൊണ്ടോ ഈ തറയിൽ മുട്ടിക്കിടന്നുകൊണ്ടാണ്. ഇത് പകുതി വെച്ച് വെട്ടണം. അങ്ങോട്ട് ഞാൻ കയറി വന്നപ്പോൾ ഇത്രയും പയർ പറിക്കാണ്ടെന്ന് വിചാരിച്ചാ. എവിടേക്കോ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അയ്യോ ഇത് ഉണ്ടോ. ഇത് പറിക്കാൻ വന്നപ്പോൾ ഇവിടെ അടിയിലും കിടക്കുന്നുണ്ട്. ഉണ്ടോ, ഉണ്ടായിരുന്നല്ലോ. വേണ്ട, പുറത്തുനിന്ന് നോക്കിയാൽ പൂ മാത്രമേ ഉള്ളൂ. അയ്യോ കായൊന്നും ഇല്ലല്ലോ എന്ന് തോന്നുമെങ്കിലും നമ്മൾ ഇറങ്ങി പറിക്കാൻ തുടങ്ങിയാൽ ഒന്നൊന്നായിട്ട് കായ്കളെല്ലാം പുറത്ത് വരും. കണ്ടോ, ഇനിയുണ്ട്. ഇനിയുണ്ട്. ആ സൈഡിലും കൂടെ ഒന്ന് നോക്കണം. അതിൻ്റെ ആ സൈഡിലൊക്കെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. ഇത് ഇത്രയും ചതുരപ്പയർ, കീര ഇത്രയും പറിച്ചത്. കീര ഇനിയും പറിക്കാണ്ട്. ചതുരപ്പയർ ഒരു കൊതുക്കിയിട്ട് നമുക്ക് പറിക്കാം. ചീര കണ്ടോ, ഇനിയുണ്ടേ. കണ്ടോ, ഞാൻ അന്ന് കുറേ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അടിയിലോട്ടൊക്കെ കിടക്കുന്നത്. പക്ഷെ പിന്നെ കാണുന്നില്ലായിരുന്നേ. ദേ കിടപ്പുണ്ട്. ഒന്നാമത്തെ കാര്യം, ചതുരപ്പയറൊക്കെ നമുക്ക് ഫ്രഷായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഞാനും ആദ്യത്തെ പറിക്കൽ കഴിഞ്ഞിട്ട് വിചാരിച്ച് തൊഴിഞ്ഞു പോയി കാണും എന്നാണ് വിചാരിച്ച്. ഇനി ആ സൈഡുണ്ട് ചേച്ചി, 1 സെക്കൻഡ്. ഞാൻ ആ സൈഡ് ഒന്നുകൂടെ കയറിപ്പോട്ടെ. ഉണ്ടോ, ഇതൊക്കെ ചെറുതേ. കുറേ പൂക്കൾ പിടിച്ചു കിടന്നില്ലേ ആദ്യത്തത്, അത് മുഴുവൻ കായായിട്ടുണ്ട്. പക്ഷെ അത് ഈ അടിയിലോട്ടൊക്കെയാണ് കിടക്കുന്നത്. അമ്മേ, ഇതിൻ്റെ അടിയിലോട്ട് ഇനിയും ചെറുതുകൾ കിടപ്പുണ്ടേ. പക്ഷേ വലുതുകളും ഉണ്ടായിരുന്നു. കണ്ടോ, വലുതുകളും ഇങ്ങനെ ഒതുങ്ങി കിടക്കും. അത് ഇലേനെ പോലെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ നോക്കി പറിക്കണം.
അതിന് അടിയിലോട്ട് പടരുമ്പോഴേ നല്ല സുഖമാണ്. ഒന്നും ആരും ശല്യപ്പെടുത്താതെ അവിടെ അങ്ങ് നിൽക്കാം. അയ്യോ ഉണ്ടോ, വെള്ളത്തിലൊക്കെയാണ് ഇപ്പോൾ ചതുരപ്പയർ കായ്ക്കുന്നത്. അതിവിടെ കിടക്കുന്നു. അമ്മേ ഒരുപാട് വലിച്ചു പിടിക്കാനും പറ്റില്ല. വലിച്ചു പിടിച്ചാലേ പള്ളിയൊക്കെ പൊട്ടിപ്പോയി. അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് നോക്കട്ടെ. 2 എണ്ണം കണ്ട് പറിക്കാൻ തുടങ്ങിയതാണല്ലേ. ഓക്കെ തരണമായി ഇപ്പം. അയ്യോ കട്ടെ. ചേട്ടന്മാരെ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ. കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിലൊക്കെയാണ് ഇപ്പൊ ചതുരപ്പയർ കിടക്കുന്നത്. താമരയുടെ ടബിൻ്റെ അകത്ത് പടർന്നിറങ്ങി കിടക്കാം. ചതുരപ്പയറിനെന്നാണെന്ന് പറയേണ്ടി. എൻ്റെ താമര മുഴുവൻ ഇനി അടുത്ത പ്രാവശ്യം റീപോർട്ട് ചെയ്യുമ്പോഴേക്കും ചതുരപ്പയറിൻ്റെ സീസൺ കഴിയണത് വരെ വെയിറ്റ് ചെയ്യണം റീപോർട്ടിന്. മക്കളെ, ഇവിടെ വല്ല മുച്ചുകരോ മുതുക്കരോ ആയിട്ടുള്ളവരും കിടപ്പുണ്ടെങ്കിൽ ഒന്ന് കയറി വരും. അമ്മേ ഇത്രയും കൂടെ കിട്ടി. ഇളയതുങ്ങൾക്ക് കയറി വരാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഇനി ചെറുത് കയറി വരാനില്ല. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുഴുവൊക്കെ തിന്നുന്നതിന് മുന്നേ നമുക്ക് തിന്നു തുടങ്ങാം. ഉണ്ടോ, ഇതൊന്നും മുറ്റാത്തതാണ്, വലിയൊന്നും കാണില്ല. ഇതുണ്ടോ നമ്മുടെ ഉള്ളികൾ, ഇതൊക്കെ ഉള്ളികളാണ്. ഇതുപോലത്തെ ചീരയെ ഒന്നും വിമലും പുറത്ത് കൊടുക്കാൻ സമ്മതിക്കില്ല. പിള്ളേർ കഴിക്കിട്ട് ചേച്ചി ഇതുപോലത്തെ ചീര എത്ര രൂപ കൊടുത്താലും ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടൂല, ഇത് പിള്ളേർക്കാണോ മുറിച്ചുകൊണ്ട് പോകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടേ അവൻ മുറിക്കാൻ സമ്മതിക്കുള്ളൂ കേട്ടോ. കൃഷിച്ചന്തയ്ക്കാണോ അതെ പിള്ളേർക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ടേ അവൻ പോലും മുറിക്കാൻ സമ്മതിക്കും. കാരണം അവൻ പറയുന്ന ഈ ചീരയൊന്നും ഇപ്പം എത്ര രൂപ കൊടുത്താലും മാർക്കറ്റിൽ കിട്ടൂല ചേച്ചി. വേണ്ട, അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നത് കയറി വരാൻ സ്ഥലമുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് മുറ്റിയതിനൊക്കെ അങ്ങ് എടുത്ത് കളയാം എന്ന് വിചാരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്തത് ഫ്രഷ് ആയിട്ട് ഇലകൾ കയറി വരുമല്ലോ. ഇത്രയും പോരെ ഒരു ദിവസത്തേക്ക് നമുക്ക്. ഇനി ഒരുപാട് ഒടിച്ച് കളയണ്ട, അതും കൂടെ എടുക്കാം. അത് ഒരുപാട് മുറ്റുന്നു, ഇനി പൂവായി പോകും. രണ്ടിടത്തും കൂടെ എടുക്കാം, കുറച്ചുകൂടെ കണ്ടിരി. ഇവിടത്തേക്ക് നാളെ മുറിക്കാം. കാരണം എന്താണെന്നറിയാമോ, അതിൽ നിന്നും അവിടെ നിന്നും ഒക്കെ മുറിക്കാനുണ്ട്. ഫ്രഷ് ആയിട്ട് മുറിക്കാമല്ലോ. അവിടെ ഇനി രാവിലെ മുറിച്ചേ കൊണ്ടുപോകണത് 2 പയർ പറിച്ചേ ഉള്ളൂ, വേറെ ഒന്നും മുറ്റിയില്ല. എല്ലാം ഇങ്ങനെ നാരി ഇരിക്കണതേ ഉള്ളൂ.